ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെല്ലിക്ക ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കടുകും ഉലുവയും പൊട്ടി വരുന്ന ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് അത് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറുതാക്കി ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് വഴറ്റിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് സവോളയാണ് വേണ്ടി, ചെറിയ ഉള്ളി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അധികം പൊടികളൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടി മൂത്ത് വരുന്നിടം വരെ ഇളക്കിയെടുക്കുക. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, പിന്നെ ഈ നെല്ലിക്ക വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. നെല്ലിക്ക വെന്ത് വരാനായിട്ട് ഇത്തിരി സമയം എടുക്കും, ഒരു 10 മിനിറ്റ് നേരമെങ്കിലും എടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നെല്ലിക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. അതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. നമ്മൾ എടുക്കുന്ന നെല്ലിക്കയുടെ അളവനുസരിച്ച് തേങ്ങ എടുത്ത് കൊടുക്കുക. തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ. തേങ്ങ അരച്ചപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതെ. നന്നായിട്ട് തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് ഇത് കുറുകി വരും. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം നിങ്ങൾക്ക് കടുക് താളിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ആദ്യം കടുക് ഇട്ടതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കൂടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ.